ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ UK-യിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു സൈഡർ ഫാമിലേക്കാണ്. സൈഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബീറൊക്കെ പോലത്തെ സാധനം, ബീറിന്റെ ഒരു കൈൻഡ് ഓഫ് വേറൊരു സാധനം. അപ്പോൾ സൈഡർ ഉണ്ടാക്കുന്ന ഫാമിലേക്കാണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം, അതാണ് ഷെപ്പീസ് സൈഡർ ഫാം. വേണ്ട, ഷെപ്പീസ് സൈഡർ ഫാം എഴുതിയേക്കണ. അപ്പോൾ ഇവിടത്തെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആയാലും ഡ്രിങ്ക്സ് ആയാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ കാണുന്ന ആ ബിൽഡിങ്ങില്ലേ, അതാണ് ഷെപ്പീസ് സൈഡർ ഫാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ സൈഡേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഷെപ്പീസ് സൈഡർ ഫാമിലേക്ക് നമുക്കെടുക്കാം. ഡോറൊക്കെ തന്നെ ഓർക്കുന്നുണ്ടല്ലോ. യെസ്, അപ്പോൾ ഇതാണ് ഈ ഷെപ്പീസ് സൈഡർ ഫാം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ കണ്ട കുറേ സ്റ്റോറേജുകൾ, പിന്നെ അവിടെ മറ്റേ വുഡൻ വീപ്പകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ അവരുടെ പ്രൊഡക്ട്സ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതൊക്കെയാണത് ഷെപ്പീസ് സൈഡർ എന്ന് കൊണ്ട് കണ്ട. ഷെപ്പീസ് സൈഡർ വിൻ്റർ സ്പൈസ്ഡ് സൈഡർ. ഇതാണപ്പോൾ നമ്മുടെ സൈഡർ ഫാം. അപ്പോൾ ഇവിടെയാണ് അവർ പ്രൊഡക്ട്സൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് എല്ലാവരും. ഇത് കണ്ട, വെറൈറ്റീസ് ഓഫ് സാധനങ്ങളുണ്ട് കേട്ടോ. വെറൈറ്റി ഫ്ലേവറിലായാലും പല പല ഫ്ലേവറുകൾ. അവിടെ കുറേ സൈഡേഴ്സ് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറച്ച് ഫുഡ് ഐറ്റംസ്. അതിൽ മെയിൻ സാധനമാണ് ഈ കാണുന്നത് കണ്ടോ, ഡൗണിഷ് പേസ്റ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബീഫും പൊട്ടാറ്റോ ഇട്ടിട്ട് നല്ല മസാലയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്തെടുത്തിരിക്കുന്ന സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഷെപ്പീസ് സോസേജ് റോൾ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ, ഇത് സാധനം കണ്ടോ, ഇതാണ് ഷെപ്പീസ് സോസേജ് റോൾ. അതിൻ്റെ ഉള്ളിൽ ഈ പോർക്കിൻ്റെ സോസേജ് സ്റ്റഫ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്തേക്കുന്ന സാധനമാണ് കേട്ടോ. അടിപൊളിയാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടേസ്റ്റ്. നമുക്കതൊന്ന് ട്രൈ ചെയ്തൊക്കെ എന്തായാലും. ഇത് അത്യാവശ്യം നല്ല വലിയൊരു ഷോപ്പാണ് കേട്ടോ. ഇവർ തന്നെ ഇതെല്ലാം ഇവരുടെ പ്രൊഡക്റ്റുകളാണ്. ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ഇവരുടെ തന്നെ പ്രൊഡക്റ്റുകളും പല കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ഇവർക്കുണ്ട്. ഫുഡ് ഐറ്റംസ് ആയാലും ഡ്രിങ്ക്സിൻ്റെ ആയാലും സൈഡേഴ്സ് ആയാലും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇവർക്ക്. മുകളിലൊക്കെ അടിപൊളി ക്യാനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് നൈസ്. അവർ നമുക്കൊരു സൈഡർ ട്രൈ ചെയ്യാൻ തന്നിട്ട് കേട്ടോ. ഇത് ഇത്തിരി ചൂടുണ്ട് കേട്ടോ, തണുപ്പല്ല, ഇത് ചൂടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം. ഇതൊരു സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഇത് ഇത്തിരി ചൂടുണ്ട്, കുടിച്ചു നോക്കാം. സൂപ്പറാണ്. ഇത് ആപ്പിളിൻ്റെ ഫ്ലേവറാണ്. ആപ്പിളിൻ്റെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ഈ സാധനം വിചാരിക്കും തണുത്താണ്, പക്ഷെ അത് ചൂടാട്ടാ, നല്ല ചൂടുള്ള ഡ്രിങ്കാണ്. സൂപ്പർ, അടിപൊളിയായിട്ടാ. കലകൻ. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സാധനം വിൻ്റർ സീസണിൽ ഇത് ചൂടാക്കി കുടിക്കും, അല്ലാത്ത സീസണിൽ സമ്മർ സീസണിലൊക്കെ ഇത് നോർമലി തണുപ്പിച്ച് തന്നെ കുടിക്കുന്ന സാധനം കേട്ടോ. ഇത് സംഭവം അടിപൊളിയുണ്ട്, നല്ല ക്ലിയറാണ് കണ്ടോ, ക്രിസ്റ്റൽ ക്ലിയർ സാധനമാണ് കേട്ടോ, ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയുണ്ട്, സൂപ്പർ. ഇവർക്കിപ്പോൾ ഒരു കോഫി ഷോപ്പുണ്ട്. ഇതിൽ കുറേ വെറൈറ്റീസ് ഓഫ് കേക്കായാലും പിന്നെ പേസ്ട്രീസ് ആയാലും അതൊക്കെ ഇങ്ങനെ അവർ റെഡി ചെയ്ത് വെച്ചിട്ടാ അടിപൊളിയായിട്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേസിങ്ങുള്ള ഒരു കഫറ്റേരിയ സ്പേസ് ഉണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ട് പോകാം. മമ്മീൻ്റെ അടിയും ചേട്ടനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. യെസ്, ഹായ്. സോ ഇതാണിത് ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇവിടെ അവർക്കൊരു ബാർ കൗണ്ടർ ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ബാർ കൗണ്ടർ. പിന്നെ ഇവിടേക്ക് പോകണ ബീർ കിട്ടുന്നുണ്ട്. ബീറാണോ സൈഡറാണോ? ഓക്കെ, ഇതെല്ലാം സൈഡറാണ് കേട്ടോ. ഷെപ്പി സൈഡർ വിത്ത് റാസ്ബെറി, ലോ ആൽക്കഹോൾ, ക്ലാസിക് സൈഡർ, ക്ലാസിക് ഡ്രോട്ട് സൈഡർ, ഒറിജിനൽ ക്ലൗഡി സൈഡർ, അങ്ങനെ വെറൈറ്റീസ് ഓഫ് സൈഡേഴ്സ് ഇവരുടെ കയ്യിലുണ്ട്, പല ഫ്ലേവറിലുള്ളത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഇവിടുന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ വീഡിയോയിൽ ആ ഐറ്റംസ്. അപ്പോൾ നമുക്ക് കിട്ടിയ പാസ്റ്റി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് കോണിഷ് പാസ്റ്റി എന്ന് പറയും. കോണിഷ് എന്ന് പറഞ്ഞാൽ എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ, കോൺവെൽ എന്ന് പറഞ്ഞൊരു ഫേമസ് സ്ഥലമുണ്ട്. അത്യാവശ്യം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അവിടുത്തെ ഫേമസ് പാസ്റ്റിയാണിത്. അതിനാണ് നമ്മൾ ഈ കോണിഷ്
പാസ്തി എന്ന് പറയുന്നത്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് കളർ കാണുന്നുണ്ട് ബീഫാണത്. ബീഫും പൊട്ടാറ്റോൻ്റെ മിക്സും കൂടിയിട്ടുള്ള ഒരു സാധനം സ്റ്റഫ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ട നല്ല ബീഫ്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് നോക്കാം. ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. നല്ല രസമുണ്ടോ? ബീഫും പൊട്ടാറ്റോയും അടിച്ചു വെച്ചാണ്. ബീഫും നല്ല അടിപൊളി ബീഫാണ്. നല്ല ചൂടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. അന്ത സ്ഥലത്തുനിന്ന് അങ്ങനെയാ ഡോണിഷ് പാച്ചിയ ഇവിടുത്തെ ഈ ഫുഡ് ഐറ്റംസിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല കോണിഷ് പാസ്റ്റി എന്ന് പറയുന്നത്. കോണിഷ് പാസ്റ്റി നമുക്ക് ഓൺലി അവിടെ കോൺവെലൻ സ്ഥലത്ത് വിൽക്കുന്ന പാസ്റ്റിക്കാണ് നമുക്ക് കോണിഷ് പാസ്റ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇവിടെ വിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഡോണിഷ് എന്നാണ്. ഡോണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇത് ഉണ്ടാക്കുന്ന കുക്കിൻ്റെ പേരാണ് ഡോണി എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി ഉണ്ടാക്കുന്ന പാസ്റ്റി ആയതുകൊണ്ട് ഇതിനെ ഡോണിഷ് പാസ്റ്റി എന്ന് പറയാട്ടോ. അപ്പോൾ ഈ കോണിഷ് പാസ്റ്റിക്ക് ലൈസൻസ് ഉണ്ട്. നമുക്കിത് എല്ലായിടത്തും പോയിട്ട് ഇത് കോണിഷ് പാസ്റ്റിയാണ് കോണിഷ് പാസ്റ്റി ആകാൻ വേണ്ടി വിൽക്കാൻ പറ്റില്ല. പക്ഷേ ഐറ്റം സെയിം തന്നെ, ബട്ട് പേരുകൾ ഓരോ സ്ഥലത്ത് ഓരോരുത്തർ ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട് മാറും. അപ്പോൾ നമ്മൾ കഴിച്ച പാറ്റി അടിപൊളിയായിട്ട് കേട്ടോ, സൂപ്പറായിരുന്നു. ഇതിവിടെ ജസ്റ്റ് ഒരു സ്നാക്ക് പോലെ കഴിക്കുന്നതാണ് ആൾക്കാർ. സ്നാക്ക് അല്ലെങ്കിൽ ലഞ്ചിന് അങ്ങനെയൊക്കെ കഴിക്കുന്നത്. ഇതൊരെണ്ണം കഴിച്ചാൽ അത്യാവശ്യം വയറെന്നറിയും. അടിപൊളി സാധനമാണ്. ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ബീഫ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ പൊട്ടാറ്റോ, പിന്നെ കുറച്ച് ചെറിയ സ്പൈസസ്, സോൾട്ട്, പെപ്പർ, അങ്ങനത്തെ കുറച്ച് സ്പൈസ് ഇട്ട് ജസ്റ്റ് സ്റ്റഫ് ചെയ്തിട്ട് എടുക്കുന്ന സാധനം. ബട്ട് അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. നമ്മളിപ്പോൾ എല്ലാവർക്കും കോഫി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഫിയും നമ്മുടെ എത്തി. കോഫി അല്ലേ ഇത്? യെസ്, എല്ലാവർക്കുള്ള കോഫി വന്നിട്ടുണ്ട്. കോഫിയും കുടിക്കാൻ ചൂടോടെ. നമ്മളിപ്പോൾ വേറൊരു ഐറ്റം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പോർക്ക് സോസേജ് റോള്. ഇതും ഇവിടുത്തെ അടിപൊളി സാധനമാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചേട്ടനത് ആ പോർക്കിൻ്റെ സോസേജ് റോള് നല്ല അടിപൊളിയായിട്ട് പകുതിക്ക് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതെങ്ങനെയാണെന്ന് നോക്കാൻ ടെക്സ്ചറൊക്കെ നോക്കട്ടെ. പൊളി സാധനം. അപ്പോൾ ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. ഇതാണ് നമ്മുടെ പോർക്ക് സോസേജ് റോള്. ചേട്ടൻ അവിടെ നല്ലൊരു അടിപൊളി ബൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിന്ന് ബൈറ്റ് എടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഈ പോർക്ക് സോസേജ് റോള് നമുക്ക് ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. കടിച്ചോ ഇതുകൊണ്ട് എരിവ് കിട്ടാം. ഇപ്പുറത്തായിരിക്കും അടിപൊളിയായിട്ടാണ്. ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ ഇറച്ചിമീൻ വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ചെറുമീനിൻ്റെയും റിയൽ ടേസ്റ്റ് ഉണ്ടാവും. ഈ സംഭവം ഉണ്ടല്ലോ, ഇതിലൊന്നുമില്ല, ജസ്റ്റ് പോർക്കിൻ്റെ മീറ്റും പിന്നെ എന്തൊരു സീസണിങ് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശരിക്കുള്ള റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സോസേജിൻ്റെ നല്ല ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആട്ടെ അതിൻ്റെ. ഇത് നമ്മുടെ കാപ്പി, നല്ല നല്ല വലിയ കപ്പിലോട്ട് അവിടെ കാപ്പി കിട്ടാം. അടിപൊളിയാണ്, ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ടാവും. എനിക്ക് ഒരു 300 ml ഉണ്ടാവും ഒരു കാപ്പി. അടിപൊളിയാണ്, വലിയ കാപ്പിയാണ്. നമ്മളപ്പോൾ ഒരു ലാസ്റ്റ് ഒരു കേക്കും ഒരു ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിനെ ബിസ്ക് ഓഫ് ബ്രൗണി എന്നാണ് പറയുക. ഇത് മുറിയണില്ലല്ലോ കർത്താവേ, മുറിയട്ടങ്ങട് ഒട്ടങ്ങട്. യെസ്, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ ബിസ്ക് ഓഫ് ബ്രൗണി. അതിങ്ങോട്ട് നോക്കട്ടെ. നല്ല കോഫി ആയിരുന്നു കേട്ടോ. ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, പിന്നെ ബ്രൗണിയുടെ ടേസ്റ്റ്
ബിസ്ക്കറ്റിന് മാത്രമല്ല അടിപൊളിയാട്ടാ. ബിസ്ക്കറ്റിന് മാത്രമല്ല പിന്നെന്താ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റ് ടേസ്റ്റ് ഇതേ കുറച്ച് തിക്കാണിത്, കുറച്ച് തിക്കായിട്ട് ടെക്സ്ചർ അല്ലേ ഇതിനെ, ലൂസ് അല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് ബ്രഞ്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടാ. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, നല്ല കോഫി, പിന്നെ ഈ പറഞ്ഞ പാസ്റ്റി ഇതും പോർക്ക് സോസേജ് റോളും നല്ല അടിപൊളിയായിരുന്നു, രസമുണ്ടായിരുന്നു. പിന്നീട് വേറെ സാധനം തരാം. ഈ സാധനം കണ്ട, ഇത് ഇവിടുത്തെ പശുവിൻ്റെ ഒറിജിനൽ തോലില്ലേ അത് വെട്ടിട്ട് മാറ്റ് ഇട്ടേക്കണം കേട്ടോ. മാറ്റ് കണ്ട പശുവിൻ്റെ, ഇത് ഒറിജിനൽ പശുവിൻ്റെ മാറ്റ്. ഇവിടെ ഈ കാണുന്ന ഫോട്ടോ ഫ്രെയിംസിൽ ഇതൊക്കെ ഈ ഷെപ്പീസ് സൈഡർ ഫാമിൻ്റെ ഹിസ്റ്ററിയാണ്. അവർ തുടങ്ങിയതും അവരെത്ര പേര് വെച്ച് തുടങ്ങിയതൊക്കെ അവിടെ അവരുടെ തുടക്കകാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ഫ്രെയിമുകളൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. നമ്മളപ്പോൾ ഇവിടുന്ന് കോഫിയും കുറച്ച് ഫുഡും സ്നാക്കൊക്കെ കഴിച്ചത് നമ്മളിപ്പോൾ നൈസായിട്ട് നമുക്ക് പിന്നെ പുറത്തേക്ക് പോകട്ടാ. പിന്നെ ഇവിടെ നല്ല അടിപൊളി ബ്ലൂ ചീസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. അപ്പോൾ ബ്ലൂ ചീസും ട്രൈ ചെയ്യാൻ വെച്ചു, ഇങ്ങനെ ടേസ്റ്റ് നോക്കാനായിട്ട്. ഞാൻ അതിൽ കഴിക്കണ ബ്ലൂ ചീസ് അത്യാവശ്യം നല്ല ചീസെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഇവിടുത്തെ വെറൈറ്റി ടൈപ്പ് ഓഫ് ചീസുകളുണ്ട് കേട്ടത്. ഇവിടെ കണ്ട കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസ് ഉണ്ട്, പല കളറിൽ പല രൂപത്തിൽ ഉണ്ട്. ഇഷ്ടം പോലെ ചീസുകൾ ഇങ്ങനെ ഇവരോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. അവിടെ കാണണ്ട നല്ല അടിപൊളി ചീസ്. അപ്പോൾ നമ്മളൊരു ബ്ലൂ ചീസ് ഓർഡർ ചെയ്യുന്ന പറഞ്ഞില്ലേ, അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കാം, അത് വരട്ടെ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്ലൂ ചീസ് ഇതേ അവിടെ ആ ചേച്ചി ഇതേ അവിടെ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ഇതാണ് ബ്ലൂ ചീസ്. അപ്പോൾ ആ ചേച്ചി ഇതേ നമുക്കതൊരു ടൂത്ത് പിക്കലെടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട്. യാ, താങ്ക് യു. ഇതാണ് നമ്മുടെ ബ്ലൂ ചീസ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കട്ടെ ഇങ്ങോട്ട് നോക്കിയിട്ട്. ബ്ലൂ ചീസ് അല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ബ്ലൂ ചീസ്. അപ്പം ഇതിൻ്റെ മുകളിൽ ഈ ടെക്സ്ചർ കാണുന്നുണ്ട്, അതായത് നീല കളറിൽ ഒരു കറുത്ത കളറിൽ ആ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫംഗസാണ്, നല്ല ഫംഗസാണ്. അപ്പോൾ നമുക്കത് ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് ബ്ലൂ ചീസ് കേട്ടോ. കുഴപ്പമില്ല, അത് മറ്റേ ചെറിയൊരു ചെറിയ കയ്പ് ബട്ട് ക്രീമിയാണ്, നല്ല ഫ്ലേവർ ഉണ്ട്. സാധനം അടിപൊളിയാണ്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാനായിട്ടുള്ളൊരു ചെറിയൊരു ഇത്, പക്ഷെ അടിപൊളി സാധനം, ടേസ്റ്റ് ഉണ്ട്. അതിൽ ആ ബ്ലൂ കളറിൻ്റെ സാധനം കണ്ടില്ലേ നമ്മൾ, അത് ഒരു ഫംഗസാണ്, പക്ഷെ തിന്നാൻ കേട്ടിബിളാണ്, അത് തിന്നാൻ പറ്റുന്ന ഫംഗസാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു കാരപ്പ ചീസിനോട് വരുന്നുണ്ട്, പക്ഷെ എന്നാലും നല്ല സാധനമാണ്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സാധനം കേട്ടോ, അടിപൊളിയായിട്ട്. ഞാൻ അതിൽ കഴിക്കുന്നത് ബ്ലൂ ചീസ് സൂപ്പർ സാധനമായിട്ട്. നമ്മളിത് വേറെ ചീസ് ട്രൈ ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ, വേറെ അടിപൊളി വേറൊരു വെറൈറ്റി ബ്ലൂ ചീസ് നമ്മൾ അതിൻ്റെ ബ്ലൂ ചീസ് അതിൻ്റെ ആ ബ്ലൂ കളറില്ലേ, അത് അതിൻ്റെ ഒരു അതിൻ്റെ ഫംഗസാണത്, പക്ഷെ നമുക്ക് തിന്നാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന് ചെറിയൊരു ചവർപ്പുണ്ട് ആ ചീസിൻ്റെ കൂടെ. പക്ഷെ ആ ചീസിൻ്റെ കൂടെ അത് മെൽറ്റ് ചെയ്ത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല, നല്ല സാധനം, അടിപൊളിയാണ്. നമ്മളിപ്പോൾ വേറൊരു ചീസും കൂടിയും ട്രൈ ചെയ്യാനായിട്ട് പോകട്ടെ. ചേച്ചി പൊളിക്കണേണ്ട, അതിൻ്റെ പേര് ഹോഴ്സ് റാഡിഷ് ചീസ്. ഹോഴ്സ് റാഡിഷ് ചീസ് എന്നാണ് അതിനെ പറയാം. അപ്പോൾ അത് കുറച്ചുകൂടി മൈൽഡായിട്ടുള്ള ചീസാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ആൾ പുള്ളിക്കാരി അത് പൊളിക്കട്ടെ, എന്നിട്ട് നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചേച്ചി നമുക്കിപ്പോൾ അതൊരു ടൂത്ത് പിക്കിലാക്കിയിട്ട് അതിനെ റോൾ ചെയ്ത് തന്നിട്ട് നമുക്കിപ്പോൾ തരും കേട്ടോ. ആ, താങ്ക് യു. ഹോഴ്സ് റാഡിഷ് പാഴ്സ്ലി, ഓക്കെ. സോ ഇത് ഹോഴ്സ് റാഡിഷ് എന്ന് പറഞ്ഞ ചീസാണ്, പാഴ്സ്ലി ചീസിൽ അത് വെച്ചിട്ടുണ്ടാക്കണം. അത് നമുക്ക് തിന്ന് നോക്കാം. അപ്പോൾ ഈ ചീസ് നമുക്ക് തിന്ന് നോക്കാം കേട്ടോ, ഹോഴ്സ് റാഡിഷിൻ്റെ ചീസ്. ഒത്തിരി ഫ്ലേവർ ഉണ്ട്,
ഗുഡ് മോൺ രസമുണ്ടാവും. ചെറിയൊരു പുളിപ്പുണ്ട്, നല്ല ഫ്ലേവർ ഉണ്ട്. അടിപൊളി ചീസ് അതിൻ്റെ അടിപൊളി സൂപ്പറാണ്. നല്ല രസമുണ്ട് ഇതിനായിട്ട്, സൂപ്പറാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് കഴിച്ച ബ്ലൂ ചീസില്ലേ, അത് നമ്മളിത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി അത് കട്ട് ചെയ്ത് നമുക്കത് നല്ല ട്രയാങ്കിൾ ഷേപ്പിൽ സാധനം കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങിക്കാൻ പോവാം. സോ അതെ 128 ഗ്രാമാണ് കേട്ടോ ചീസിൻ്റെ റേറ്റ് വന്നത്. അല്ല റേറ്റ് അല്ല, വെയിറ്റ് വന്നത്. ഇത് എത്രയാണെന്നറിയോ? 128 ഗ്രാം. ഒരു ഗ്രാമിന് 25 പൗണ്ടാണ് കേട്ടോ. 25 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 2500-2700 രൂപ വരും. ഇതിപ്പോൾ 128 ഗ്രാം. ഇപ്പോൾ അതിൻ്റെ റേറ്റ് 3.20 പൗണ്ട്. 3 പൗണ്ടും 20 പെന്നീസും. 3 പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 350 രൂപയായി. 350 രൂപയ്ക്ക് അടുത്തായി. ഈ ഒരു ചെറിയ പീസിന് 350 റുപ്യ ചീസിന് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ മറ്റേ ബ്ലൂ ചീസ്, അടിപൊളി സാധനം. നമ്മളിപ്പോൾ വേറൊരു വെറൈറ്റി സാധനം ഗോഗൻസോള എന്തോ പറഞ്ഞുള്ള സാധനം ആ ചേച്ചി നമുക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഇപ്പോൾ തന്നെ അത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഗോഗൻസോള. ഓക്കെ, അപ്പോൾ നമുക്ക് ഗോഗൻസോള ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ ഇത് നോക്കാം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഗോഗൻസോള നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. നല്ല അടിപൊളി ചീസാന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി റിച്ചാണ് കേട്ടോ. കുഴപ്പമില്ല, എനിക്കത് ഇത്ര വലിയ ഇഷ്ടപ്പെട്ടില്ലേ. ഗോഗൻസോള നൈസ്. ഇതിനെ ഭയങ്കര ക്രീമി ടേസ്റ്റ്, പിന്നെ ഭയങ്കര റിച്ച്. ഗാഡി വെച്ചേക്കേ. എങ്ങനെയുണ്ട്? ഇഷ്ടായ? വെരി സ്ട്രോങ്. അങ്ങനെ നമ്മൾ ചീസും ട്രൈ ചെയ്തു. 2 ചീസ് ആക്കി ചെയ്തു. ഒരു ബ്ലൂ ചീസും പിന്നെ ഒരു ഗോഗൻസോളാണ് സാധനം. ഗോഗൻസോള ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര ക്രീമി ഫ്ലേവർ. പക്ഷെ രസം കഴിക്കാൻ. ഇപ്പോഴത്തെ ആദ്യം കഴിക്കുന്നതുകൊണ്ട് ആ ഒരു നമുക്കൊരു പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ ആ സാധനം. പക്ഷെ നല്ല സാധനം കേട്ടോ, അടിപൊളി സാധനം, അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം, അടിപൊളിയുണ്ട്. നമ്മളിപ്പോൾ ഒരു സൈഡറും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഷെപ്പീസ് മാസ്റ്റർ ഓഫ് സൈഡർ വിൻ്റർ സ്പൈസ്ഡ് സൈഡർ. ഇതാണ് നമ്മുടെ സൈഡർ. അപ്പോൾ ഇതും വാങ്ങിച്ച് അടിപൊളി. ഈ കാണുന്ന ഈ വലിയൊരു വീപ്പ് കണ്ട, ഇതാണ് ഒരു പണ്ട് സൈഡേഴ്സ്, ആപ്പിൾ സൈഡേഴ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ആ വീപ്പ. ഇതിലാണ് അവർ പണ്ട് ഇത് ഇട്ട് വെച്ചിരുന്നത്. ഷെപ്പീസ് ഹൗസ് ഓഫ് സൈഡർ ആൻഡ് ഫൈൻ ഫുഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവരുടെ സൈഡർ ഉണ്ടാക്കുന്ന ചെറിയൊരു വെയർ ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോയി നോക്കാം. ഉള്ളിൽ കയറാൻ പറ്റില്ല, നമുക്ക് ജസ്റ്റ് പുറത്തുനിന്ന് വേണമെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റും. സോ ഇതിൻ്റെ ഉള്ളിൽ കണ്ട, ഇതിൻ്റെ ഉള്ളിലാണ് അവരുടെ സ്റ്റോറേജുകൾ, സൈഡറൊക്കെ ഉണ്ടാക്കണ സ്റ്റോറേജ് കണ്ട. ഇരിക്കുന്നതൊക്കെ ഈ സൈഡർ ഉണ്ടാക്കണതിൻ്റെയൊക്കെ സ്റ്റോറേജുകളാണ്. സോ അതെ, ഇതാണ് അവരുടെ വലിയ സ്റ്റോറേജുകൾ കണ്ട. അവിടെ കണ്ട വലിയ സ്റ്റോറേജ്. അപ്പോൾ ഇതിലായിരിക്കും അവർ സൈഡർ മൊത്തം നിറച്ച് വെച്ചിട്ടുണ്ടാവും. അതേ ആ ചേട്ടൻ നിന്നിട്ട് അവിടെ നിന്നെന്തോ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലായിരിക്കും ഫുൾ സൈഡേഴ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിവിടെ ഈ അറ്റത്ത് കണ്ട, അതിവിടെ. അപ്പോൾ ഇവിടെയാണ് അവർ ഈ സാധനം, ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്. ആപ്പിൾ അരച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം കണ്ട, ആപ്പിൾ അരഞ്ഞു വന്നിട്ട് അതിൻ്റെ വേസ്റ്റ് വരണ കണ്ട. ഇവിടെ നല്ല ആപ്പിളിൻ്റെ സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആ ആപ്പിൾ അരച്ചിട്ട് അവിടെ ആ ഒരു ബെൽറ്റിൽ ആപ്പിൾ അരഞ്ഞു വരുന്നു. പിന്നെ അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ആപ്പിൾ അരച്ചതിൻ്റെ ചാറൊക്കെ എടുത്തിട്ടായിരിക്കും ഈ സാധനം സൈഡർ ഉണ്ടാക്കാനായിട്ട് ഇത് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവർ ഉണ്ടാവുക. അപ്പോൾ ഇത് കണ്ട, ഇവിടെ ഷെപ്പീസ് പ്രസ് ഹൗസ് ഈ ഇതിലേക്ക് കണ്ടെയ്നറിലേക്ക് ആപ്പിൾ അരച്ചതിൻ്റെ വേസ്റ്റ് വന്നിട്ട് അതിൽ വന്ന് വീഴും. അതാണ് സംഭവം. അപ്പോൾ ഈ സൈഡർ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്. ഇവിടെ ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ആപ്പിൾ പറിച്ചിട്ട് ആ കാണുന്ന അതിൽ അരച്ച് അതിൻ്റെ ചാറെടുത്തിട്ട് പിന്നെ കുറേ കെമിക്കൽ സാധനങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ സൈഡർ ഉണ്ടാക്കണത്. നല്ല ഓർഗാനിക് ആയിട്ടുള്ള സൈഡേഴ്സ്.
ദേ ഇവിടെ ഒരു താറാവിൻ്റെ കുളമൊക്കെ ഉണ്ട് കേട്ടോ. താറാക്കളൊക്കെ നീന്താനുള്ള കുളം. ദേ അവിടെ കുറച്ച് താറാക്കളൊക്കെ ഉണ്ട്, അവിടെ നീന്തണണ്ട. അറ്റത് കണ്ട താറാവിന്. ഇത് താറാവിൻ്റെ കുളം ഉണ്ട്. ദേ ഇവിടെയൊക്കെ താറാക്കൾ ഇങ്ങനെ പോകുന്നുണ്ട്, നീന്തുന്നുണ്ട്. ഇതാണ് ഇവരുടെ ആപ്പിൾ തോട്ടം. ഈ കാണുന്ന മരങ്ങളുണ്ടല്ലോ, ഈ കാണുന്ന മരങ്ങളൊക്കെയാണ് ഇവരുടെ ആപ്പിൾ തോട്ടം. അപ്പോൾ ഇവിടുന്ന് ആപ്പിൾസ് പറിച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞ പോലെ ഈ സൈഡേഴ്സ് ഉണ്ടാക്കാനായിട്ട്. ഇതേ ഇവിടെ റോട്ടിലൊരു ആപ്പിൾ കൊടുക്കണം കണ്ട. ആപ്പിള് ദേ ഇവിടെ നിറച്ച ആപ്പിള്. ദേ അവിടെ ഇഷ്ടം പോലെ ആപ്പിള്. ദേ കുറേ ആപ്പിൾ ഇങ്ങനെ നിലത്ത് വീണ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നണ ഇവർ പൊട്ടിച്ചിട്ടാക്കുന്നതായിരിക്കും ആപ്പിളുകൾ. കണ്ടോ ഇഷ്ടം പോലെ ആപ്പിള്. ഈ കാണുന്നതൊക്കെ അവരുടെ ഇങ്ങനെ ആപ്പിൾ തോട്ടമാണ്. കാണുന്ന എല്ലാം ആപ്പിൾ മരങ്ങളാണ്. ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ആപ്പിൾ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഒരെണ്ണം എടുത്തോക്കാം അല്ലേ. എന്തായാലും ഒരു വന്നല്ലേ, ഒരു ആപ്പിൾ എടുത്ത് നോക്കാം. ഇത് എന്നിട്ട് കഴിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒരു ആപ്പിൾ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ഇനി അവരുടെ ചീത്ത പറയാൻ അറിയില്ല. നല്ല ഫ്രഷ് ആപ്പിൾ ഉണ്ടാവും, ആപ്പിൾ മരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആപ്പിൾ. ഇത് നമുക്ക് എടുത്ത് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, സോ ഇതാണ് ഈ കാണുന്നതൊക്കെയാണ് അവരുടെ ആപ്പിൾ സൈഡറിൻ്റെ ഫാം. ഇവിടെ ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. ഇതവരുടെ വെയർ ഹൗസ്. അവിടെ കാണുന്ന അവരുടെ വെയർ ഹൗസ്. ഞാനൊരു ആപ്പിൾ അവിടെ വീണെന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇവിടെ കഴിയാൻ പറ്റില്ല, ചിലപ്പോൾ അവർ കണ്ടെന്ന് പറഞ്ഞാലോ. അപ്പോൾ ഞാനെടുത്ത് ഉപയോഗിക്കരുത്. ഇവിടെ എടുത്തിട്ടൊരു ആപ്പിൾ. എന്നിട്ട് നമുക്ക് വണ്ടിയിലെത്തി കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് നോക്കാൻ. എന്നിട്ട് ഓക്കെ, അങ്ങനെ നമ്മൾ ഷെപ്പീസ് ഹൗസ് ഓഫ് സൈഡർ. അപ്പോൾ നമ്മൾ ഷെപ്പീസ് ഹൗസ് ഓഫ് സൈഡറിൽ നിന്ന് നമ്മൾ കുറച്ച് ഫുഡ് ട്രൈ ചെയ്തു, കുറച്ച് സ്നാക്ക് ട്രൈ ചെയ്തു, ചീസ് ട്രൈ ചെയ്തു, പിന്നെ അവരുടെ സൈഡർ ട്രൈ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ വീണ്ടും വണക്കം. സന്ധിക്കും വരേക്കും വണക്കം.